Good morning, children. Hope all of you are doing fine. Let's start our class with a silent prayer. Okay. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു പാഠം കൂടെ പഠിച്ചു, സ്വച്ഛത. മിസ് അതിനകത്ത് നെക്സ്റ്റ് വീക്ക്, ഈ ഫ്രൈഡേ അല്ല അതിൻ്റെ അടുത്ത ഫ്രൈഡേയിൽ നമുക്ക് പ്രോജക്റ്റ് തരും. അപ്പോൾ അതെല്ലാവരും ചെയ്യുക. അതിനു മുമ്പേ ആരും പ്രൊജക്റ്റ് ചെയ്യേണ്ട. ഞാൻ എന്തോ പ്രൊജക്റ്റ് തന്നെന്ന് ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഓക്കെ, സോ അത് വിട്ടേക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇച്ചിരി ഗ്രാമർ പഠിക്കാം. ഇച്ചിരി ഗ്രാമർ നമുക്ക് പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഗ്രാമർ ക്ലാസ്. നൗൺ. നിങ്ങൾക്ക് നൗൺ എന്തുവാന്ന് അറിയാം, പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് തരണ്ട. പക്ഷേ ഹിന്ദിയിലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നാമം അല്ലെ മലയാളത്തിൽ നാമം എന്നാണ് പറയുന്നത്, അതേപോലെ തന്നെ ലാംഗ്വേജസിലെല്ലാം ഈ നൗൺ ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് എന്തുവാണ് നൗൺ? വാട്ട് ഈസ് നൗൺ? എ നൗൺ ഈസ് എ വേർഡ് that names something such as a person, place, thing or idea. അല്ലേ? അപ്പം ഒരു നൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ കാണിക്കുന്ന ഏതിൻ്റെ ആയാലും പേര്. ഓക്കെ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് പേരില്ലാത്തതുണ്ടോ? ഇതെന്താ? ദിസ് ഈസ് എ ചോക്ക് അല്ലേ? ദിസ് ഈസ് എ ചോക്ക്. മൈ നെയിം ഈസ് ആലിസ് അല്ലേ? ഹീസ് രാമു, ഹീസ് കൈലാസ് അല്ലേ? അപ്പം എല്ലാവർക്കും ഒരു പേരുണ്ട്. ഓരോ വസ്തുവിനും ഈ ഭൂമിയിൽ പേരുണ്ട്. അപ്പം ആ പേരിനെ പറയുന്ന കാര്യമാണ് നൗൺ. ആ പേര് നൗൺ എന്നാണ് അറിയപ്പെടുന്നത്. പേര്, നെയ്മിങ് വേർഡ്സ്. ഏതൊക്കെ സാധനത്തിന് പേരുണ്ടോ അതെല്ലാം നൗണിനകത്തിലാണ് വരുന്നത്. എന്തൊക്കെയാണ് നൗൺ? പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേര്. പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ പേര്. തിങ്, ഒരു സാധനം. ഫീലിങ്സ്, ഇതെല്ലാം നൗണിനകത്ത് വരുന്നത്. ഇപ്പം ഐ ആം വെരി സാഡ്, അതിനകത്തിൽ സാഡ് എന്തുവാ? ഒരു ഫീലിംഗ് അല്ലേ? ഐ എം വെരി ഹാപ്പി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതേപോലെ തന്നെ ഹിന്ദിയിലും ഇത് അതേപോലെ തന്നെ ആപ്ലിക്കബിൾ ആണ്. നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതുക. സോറി, അതിന് മുമ്പേ മിസ് ഒരു കാര്യം പ്രത്യേകം പറയുന്നു. ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? സംഖ്യ. ഇറ്റ്സ് നോട്ട് സംഖ്യ, ഇറ്റ്സ് നോട്ട് സംജ്ഞ. ജായും പ്ലസ് ജ്ഞ, ഇജ്ഞ. ജാ പ്ലസ് ജ്ഞ. ആദ്യമേ അക്ഷരം പഠിപ്പിച്ചപ്പോഴും നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇജ്ഞ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു അക്ഷരം ഹിന്ദിയിലില്ല. സോ ദിസ് വേർഡ് ഈസ് പ്രൊനൗൺസ് ലൈക്ക് സംഖ്യ. സംഖ്യ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സംഖ്യ, ഖായുടെ പകുതി യാ. സംഖ്യ മീൻസ് നമ്പർ. ഓക്കെ, ഈ സംഖ്യ എന്ന് പറയുന്നത് നമ്പറിനാ പറയുന്നത്. ദിസ് ഈസ് സംഖ്യ. അത് മലയാളത്തിൽ മിസ് ഇവിടെ ഒന്ന് എഴുതുക. ഇങ്ങനെ വേണം വായിക്കാൻ. സംഖ്യ. ഓക്കെ, സംഖ്യ എന്നുള്ള അർത്ഥം. ഈ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്നത് ജ്ഞാന. ഓക്കെ, സോ ദിസ് ഈസ് സംഖ്യ, നോട്ട് സംജ്ഞ. ഓക്കെ, राधा और रीना दिल्ली में रहती है। राधा और
रीना दिल्ली में रहती है. दोनों में दोस्ती है. दोनों में दोस्ती है. वह एक ही कक्षा में पढ़ती है. वह एक ही कक्षा में पढ़ती है. और साइकिल से स्कूल जाती है. ओके, इधर पैराग्राफ है. राधा और रीना दिल्ली में रहती है. दोनों में दोस्ती है. वह एक ही कक्षा में पढ़ती है और साइकिल से स्कूल जाती है. ഓക്കെ, അപ്പൊ ഇതിനകത്തിലെ നെയിമിംഗ് വേർഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എന്തൊക്കെയായിരുന്നു നെയിമിംഗ് വേർഡ്സിനകത്ത് വരുന്നത്? പേഴ്സൺ, പ്ലേസ്, തിങ്, ഫീലിങ്സ് എല്ലാം വരും അല്ലേ? നമുക്ക് നോക്കാം. രാധ അല്ലേ, ഒരു നെയിമിംഗ് വേർഡാ, ഒരാളുടെ പേരാ. ദെൻ റീന, അപ്പൊ ഇത് പേഴ്സൺ ആയി. വ്യക്തി, ഓക്കെ, വ്യക്തി. പേഴ്സൺ എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് എന്തുവാ? വ്യക്തി. ദെൻ ദില്ലി, ഇറ്റ്സ് എ പ്ലേസ്, isn't it? അതൊരു സ്ഥലമല്ലേ, ദില്ലി. രാധ, റീന, ഇറ്റ്സ് എ പേഴ്സൺ. ദില്ലി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരാണ്, ഇറ്റ്സ് എ പ്ലേസ്. रहती है. दोनों में दोस्ती है. दोस्ती means friendship. Friendship is a feeling, isn't it? അപ്പൊ ഇത് ദോസ്തി എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ആണ്. അപ്പം അവിടെ അതൊരു നെയിമിംഗ് വേർഡാണ്. വഹ ഏക് ഹി കക്ഷ. കക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, ക്ലാസ് റൂം, ഇറ്റ്സ് എ പ്ലേസ്. ദെൻ മേ പഠിത്തി ഹെ. ഓർ സൈക്കിൾ ഒരു തിങ് ആ അല്ലെ, ഒരു വസ്തുവാ. സൈക്കിൾ സേ സ്കൂൾ ഇസ് എ പ്ലേസ് അല്ലേ, ഒരു സ്ഥലമല്ലേ സ്കൂള്. പഠിക്കാൻ പോകുന്ന സ്ഥലത്തിന് സ്കൂൾ എന്ന് പറയും. സ്കൂൾ ജാത്തി ഹെ. നോക്കിക്കേ, ഇത്രയും പാരഗ്രാഫിനകത്തില് എത്ര നെയിമിംഗ് വേർഡ്സ് വന്നു അല്ലേ, എത്ര നൗൺസ് വന്നു, നൗൺ വന്നു അല്ലേ, എത്ര നൗൺ വന്നു. അപ്പം നോക്കിക്കേ, പേഴ്സൺ, രണ്ട് പേരുടെ പേര്, സ്ഥലപ്പേര്, ഫീലിംഗ്, ദോസ്തി, കക്ഷ, സ്കൂൾ, സൈക്കിൾ. പേഴ്സൺ, പ്ലേസ്, തിങ്, ഇതിനെയൊക്കെയാണ് നൗൺ അല്ലെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത്, ഹിന്ദിയിലെ സംഖ്യ. ഇനി ഹിന്ദിയുടെ ഇതിന്റെ ഡെഫിനേഷൻ മിസ് പറയാൻ പോവുക. അതിനു മുമ്പ് അത് കഴിഞ്ഞ് നമുക്ക് മിസ് ഇത് തുടക്കുകയാണ്. ഓക്കെ, കിസി സംഖ്യ, किसी वह शब्द जिससे किसी वस्तु मीन्स thing. स्थान, सॉरी, ഇവിടെ വസ്തു അല്ല, വ്യക്തിയുണ്ട്. किसी व्यक्ति means person. व्यक्ति, वस्तु means वस्तु, थिंग. वस्तु, स्थान मीन्स प्लेस. वस्तु, स्थान, प्राणी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസ്, പക്ഷികളെല്ലാം ഇതിനകത്ത് വരും. പ്രാണി,
ഗുൺ. ഗുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും ക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ സ്വീറ്റ്, സോർ അല്ലേ. ഷുഗർ ഈസ് വെരി സ്വീറ്റ്, ഗന്ന ബഹോത് മീഠാ ഹേ. അപ്പം സ്വീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അത് നെയിമിങ് വേർഡാണ്, അതിൻ്റെ ഗുണമാണ്, ഷുഗറിൻ്റെ ഗുണമാണ്. ഗുൺ ഓർ ഭാവ്. ഭാവ് മീൻസ് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. ഓക്കെ. അപ്പം സ്ഥാൻ, പ്രാണി, ഗുण, भाव आदि नाम का बोध हो, आदि का बोध हो, उसे संज्ञा कहते हैं. संज्ञा कहते हैं. അപ്പം എന്താണ് സംഖ്യ? സംഖ്യ किसे कहते हैं? What is noun? സംഖ്യ വഹ ശബ്ദ്. ഏത് വാക്കിൽ നിന്നാണോ, ജിസ്സെ കിസി, ഏത് വാക്കിൽ നിന്നാണോ നമുക്ക് ഒരു വ്യക്തിയുടെ പേര്, വ്യക്തി, ഒരു വസ്തുവിന്റെ പേര്, തിങ്, പ്ലേസ്, സ്ഥാൻ, പ്രാണി, ഗുण, भाव आदि का बोध हो, उसे संज्ञा कहते हैं. അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ നൗൺ അല്ലെങ്കിൽ സംഖ്യ എന്ന് വിളിക്കും അല്ലേ. അപ്പൊ നൗണിന്റെ ഡെഫിനേഷൻ ആണ് വഹ ശബ്ദ് ജിസ്സെ കിസി വ്യക്തി, വസ്തു, സ്ഥാൻ, പ്രാണി, ഗുण, भाव आदि का बोध हो, उसे संज्ञा शब्द कहते हैं. മനസ്സിലായോ? അപ്പൊ ഇതിനകത്തില് മിസ് ഒരു 2-3 ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം. ഓക്കെ. വ്യക്തി. വ്യക്തിയുടെ പേര് നമ്മൾ മുമ്പ് എഴുതി. രാധ, റീന, ആകാശ് അല്ലെ. ഇതൊക്കെ വ്യക്തികളുടെ പേര്. വസ്തു ഏതൊക്കെയാ? സൈക്കിൾ, പിന്നെന്തുവായിരുന്നു? പുസ്തക്, ഫൽ, പത്ത, എക്സെട്ര എക്സെട്ര. അങ്ങനെ കുറേ പേരുകളുണ്ട്. പിന്നെ പ്രാണി, ആനിമൽസ്. അതിനകത്ത് മനുഷ്യൻ ഹ്യൂമൻ വരുമ്പോഴും മനുഷ്യക്ക് ബാരേമേ ഏക് വാക്ക് ലിഖോ എന്ന് പറയുമ്പോൾ അതിനകത്തില് നെയിമിംഗ് വേർഡ് മനുഷ്യ, പശു, പിന്നെ പക്ഷി, ഗായ്, അങ്ങനെയല്ല. ഓക്കെ. ദെൻ ഗുണ അല്ലെങ്കിൽ ക്വാളിറ്റി ഏതൊക്കെയാ? മീഠ, ഖട്ട, ചൗട, പത്തല. മനസ്സിലായോ? വീതിയുള്ളത്, വീതി ഇല്ലാത്തത്. ഓക്കെ. അതെല്ലാം അതിന്റെ ക്വാളിറ്റിയാണ്. പത്തിലി ലടുക്കി ഹേ, അവളൊരു മെലിഞ്ഞ കുട്ടിയാണെന്ന്. അപ്പൊ മെലിഞ്ഞ എന്നുള്ളതാണ് അവിടുത്തെ നൗണ്. ഓക്കെ. അപ്പം മിസ് ഇത് തുടയ്ക്കാം. നമ്മുടെ ബോർഡ് ചെറുതാ. നമുക്ക് സ്കൂൾ തുറക്കുവാണെങ്കിൽ ഈ ക്ലാസ് മിസ് ഒരു പ്രാവശ്യം കൂടെ സ്കൂളിൽ നമുക്ക് എടുക്കാം. നമ്മുടെ സ്മാർട്ട് ബോർഡിലുണ്ട് ഇത് നല്ലതായിട്ട് കേട്ടോ. പിന്നെന്തുവായിരുന്നു? ഭാവ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഏതൊക്കെയാ? ദുഃഖ്, ഖുഷി, പിന്നെ ഈർഷ്യ, പിന്നെ ഭൂഖ്, എക്സെട്ര എക്സെട്ര. ദുഃഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ് ആയിട്ട്, ഖുഷി ഹാപ്പി, ഈർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, ഭൂക്ക് ഹംഗ്രി. അപ്പൊ ഇതെല്ലാം ഒരു ഫീലിങ്സ് ആണ് അല്ലെ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? വസ്തു, വ്യക്തിയുടെ പേഴ്സൺ, വസ്തു, പിന്നെ തിങ്, പ്ലേസ്, സ്ഥാന്,
പിന്നെ ഗുണ, ഭാവ്. ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ഭാവ് മീൻസ് ഫീലിങ്സ്. ഇത്രയെല്ലാം നമ്മൾ ഈ സംഖ്യാശബ്ദത്തിനകത്ത്, നൗൺ വേർഡ്സിനകത്തിൽ വരുന്നത് പഠിച്ചു അല്ലേ. അപ്പം ഏതെങ്കിലും വസ്തുവിന്റെ പേരിനെ കാണിക്കുന്നതാണ് സംഖ്യ. കിസി वह शब्द जिससे किसी व्यक्ति, स्थान, प्राणी, गुण, भाव आदि का बोध होता है, ऐसे शब्दों को संज्ञा शब्द कहते हैं അല്ലെങ്കിൽ സംഖ്യ कहते हैं. ഇനി മിസ് ഒരു സെന്റൻസ് ഇവിടെ എഴുതുക. ഫസ്റ്റ് വൺ, शेर जंगल का राजा है. ഇതിനകത്തില് എത്ര ഇതുണ്ട്? ഷേർ, ഷേർ ഒരു നെയിമിങ് വേർഡ്. ലയൺ, ജംഗൽ ഒരു സ്ഥലവാ അല്ലേ, രാജ അല്ലേ, ഒരു സ്ഥാനമല്ലേ അത്. ഓക്കെ, അപ്പം ഷേർ ജംഗൽ കാ രാജ ഹേ. അതുപോലെ മിസ് കുറേ സെന്റൻസ് തരും. അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ നൗൺ കണ്ടുപിടിച്ച് എഴുതണം. ഇനി സെക്കൻഡ് വൺ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ഗന്നെ മേ ഡാഷ് ഹോത്തി ഹേ. ഇവിടെ നൗൺ വേർഡ് എഴുതണം. എന്തുവാ? ഇതൊരു ക്വാളിറ്റി ആയി ഇവിടെ എഴുതണ്ടേ. ഗന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കെയിൻ. ഗന്നെ മേ അപ്പൊ എന്തോ അവിടെ എഴുതണ്ടേ? സ്വീറ്റ് ആണെന്നല്ലേ. ഷുഗർ കെയിൻ ഈസ് ഷുഗർ കെയിൻ, ഷുഗർ ഗന്നെ മേ ഡാഷ് ഹോത്തി ഹെ. ഷുഗർ കെയിൻ വളരെ സ്വീറ്റ് ആണെന്ന്. അപ്പൊ അവിടെ നമ്മൾ എന്തോ എഴുതും? മിഠാസ്. മിഠാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് ആണെന്ന്. മിഠാസ്. ഓക്കെ, ഇപ്പൊ മിസ് ഇതിങ്ങനെ തരും. നിങ്ങൾ നൗൺ അതിനകത്തിലെ കണ്ടുപിടിച്ച് എഴുതണം. മൂന്നാമത്തത്, മേ ഡാഷ് പഴുത്തി പഴുത്തി ഹൂം. നമ്മള് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാ. മേ വന്നാലും ഇവിടെ ലാസ്റ്റിൽ എന്താ വരും? ഹൂം. മേ ഡാഷ് പഴുത്തി ഹൂ. ഞാൻ പഠിക്കുവാണെന്ന്. എന്താ പഠിക്കുന്നത് നമ്മള്? ഇവിടെ പുസ്തകം എഴുതാം, കിതാബ് എഴുതാം, പുസ്തകം എഴുതാം അല്ലേ. രണ്ടിലേതെങ്കിലും ഒന്ന് അവിടെ എഴുതാം. ദില്ലി ദില്ലി सॉरी डैश भारत की राजधानी है. भारत की राजधानी है दिल्ली. ഓക്കെ, അപ്പം ഇത്രയാണ് നൗൺ വേർഡ്സ് നമ്മൾ ഇങ്ങനെ എഴുതാൻ പഠിക്കുന്നത്. ഇനി ക്ലാസ്സിൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുക. എന്നിട്ട് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ പഠിക്കണം. കാരണം നമുക്ക് ഈ ഒരാഴ്ചത്തേക്ക് ഒരു പുതിയ പാഠം തുടങ്ങാൻ മിസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മിസ് ഇത് പഠിപ്പിക്കും. ഇനി നമുക്ക് പ്രോനൗൺ പഠിക്കണം. നൗൺ പഠിച്ചു കഴിഞ്ഞ് പ്രോനൗൺ പഠിക്കണം. അത് ഏതെങ്കിലും ഒരാഴ്ച ഇതുപോലെ മിസ് പഠിപ്പിക്കും. ഓക്കെ, നിങ്ങൾക്ക് മിസ് നമ്പർ നെയിംസ് ഒരു 5 വേർഡ്സ് കൂടെ തരുക. ഗിൻതിയാ, നമ്മൾ എവിടെ വരെ ആയിരുന്നു പഠിച്ച? 30 വരെ അല്ലേ. 31, 32, 33, 34, 35, 31, 32, 33, 34, 35, 35 വരെ. ഓക്കെ, 31, 32, 33, 34, 35. ഓക്കെ, 31, 32, 33, 34, 35. ഓക്കെ, സോ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ കഴിഞ്ഞു. അടുത്ത ആഴ്ച നമ്മൾ കാണുന്നിടം വരെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം തന്നെ ഈ നൗൺ മനസ്സിലായില്ലെങ്കിൽ മിസ് ക്ലാസ്സിൽ ഇനിയും പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, ഗോഡ് ബ്ലസ് യു.